എന്താ പറഞ്ഞത് നിങ്ങളെയോ? മൂപ്പര് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ജന്മദിനം ആഘോഷിക്കാൻ നബി പറഞ്ഞിട്ടുണ്ടോന്ന് ഇവർ ചോദിക്കാറുണ്ട് മുജാഹിദീങ്ങൾ. എന്നിട്ട് മൂപ്പര് പറയാണ്, ഹേ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത്? പൊങ്ങച്ചമാവൂലേ എന്ന് കരുതിയിട്ട് നബി അത് പറയാതിരുന്നതാണ്. നബി പറയോ? മൂപ്പര് നമ്മളോട് ചോദിക്കുക, അല്ലാഹുവിന്റെ റസൂല് പറയുമോ നിങ്ങൾ എന്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് നബി പറയോ? അങ്ങനെയാണല്ലോ. മൂപ്പരെ കൈ മുത്തണം എന്ന് മൂപ്പര് പറയില്ല, എന്നാ സൂചനയിൽ കൂടി പറയും അല്ലേ? അങ്ങനെയാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ അങ്ങനെയാ വിചാരിച്ചേ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, അല്ലാഹുവിന്റെ റസൂല് ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന വ്യക്തിത്വമാണ്. ആ റസൂലുള്ളാഹിനോട് അല്ലാഹ് കൽപ്പിച്ച ദീനിന്റെ എല്ലാ വിഷയങ്ങളും റസൂലുള്ള പറയാറുണ്ട്. നബി പൊങ്ങച്ചമാണോ എന്ന് വിചാരിച്ച് പറയാതിരിക്കാറില്ല. എന്ത് കൽപ്പിച്ചാലും അത് ജനങ്ങളോട് തുറന്നു പറയുന്നയാളാണ് റസൂലുള്ളാഹ്. ജന്മദിനം ആഘോഷിക്കൽ സുന്നത്താണെങ്കിൽ, അത് റസൂലുള്ളാഹി പഠിപ്പിച്ച ദീനിൽപ്പെട്ടതാണെങ്കിൽ ആ റസൂൽ അത് മൂടി വെക്കുകയില്ല. കാരണം അല്ലാഹു റസൂലുള്ളാഹിനെ ഏൽപ്പിച്ച ദൗത്യമാണത്. പറയുന്നതെന്തും ഞാൻ നിന്നോട് പറയുന്നതൊക്കെ നീ ജനങ്ങളോട് ഏൽപ്പിച്ചു കൊടുക്കണം നബിയേ. പൊങ്ങച്ചമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടുന്ന് ഒരിക്കലും മാറ്റി വെച്ചിട്ടില്ല. ഞാൻ ഹദീസിലേക്ക് തന്നെ മടങ്ങട്ടെ. അന സയ്യിദു വൽദി ആദം, ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ. ഫഖർ പറയുകയല്ല കേട്ടോ. റസൂലുള്ള പറയുന്നു, വ അന അവ്വലു മൻ തൻഷഖുൽ അർദു വൻഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഖബറിൽ നിന്ന് ഭൂമിയിൽ നിന്ന് പിളർന്നുകൊണ്ട് ആദ്യമായി രംഗത്ത് വരുന്നത് ഞാനായിരിക്കും കേട്ടോ. ഫഖർ പറയുകയല്ല, വ അന അവ്വലു ഷാഫിഇൻ വ അവ്വലു മുശഫ്ഫഇൻ വലാ ഫഖറ, പരലോകത്ത് വെച്ച് ശഫാഅത്ത് ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്ന ശാഫിഈ ഞാനായിരിക്കും. ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവരിൽ പ്രഥമനും ഞാനായിരിക്കും. ആ ഫഖർ പറയുന്നതല്ല കേട്ടോ. വലിവാഉൽ ഹംദി ബിയദീ, ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന ആ ബഹുമാനമുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അതെന്റെ കയ്യിലായിരിക്കും അന്ത്യനാളിൽ. ഫഖർ പറയുകയല്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് എത്രയെത്ര സംഗതികൾ പറഞ്ഞു. ഫഖറാകുമെന്ന് വിചാരിച്ചു പറയാതെ പോയോ? ഇനിയും കാണില്ലേ ഹദീസുകളിൽ, ആദ്യമായി സ്വർഗരാജ്യത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി ആ സ്വർഗത്തിന്റെ വാതിലിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കുക ഞാനായിരിക്കുമെന്ന്, സ്വർഗത്തിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്നത് ഞാനായിരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ എന്തെല്ലാം സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. റസൂൽ ഏതെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, അതുപോലെ തന്നെ സർവ്വ മനുഷ്യരെക്കാളും നിങ്ങൾ എന്നെ ബഹുമാനിക്കണം, എന്നെ നിങ്ങൾ ആദരിക്കണം, എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫഖറാവില്ലേ, പൊങ്ങച്ചമാവില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അത് പറയാതിരുന്നിട്ടില്ല. അപ്പോ ഫഖറാന്ന് വിചാരിച്ച് നബി പറയാതെ പോയതാണ്. നബിദിനം അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറയാതെ പോയതാണ്. ആ പേര് പറഞ്ഞ് അത് ശരിയല്ലാതായി പറയുന്നത്. ദീനിന്റെ ഒരു കാര്യം അത് പറയാതെ പോവില്ല. എത്രത്തോളം ഞാൻ നിങ്ങളെ നേരത്തെ കേൾപ്പിച്ചില്ലേ, എന്റെ പേരൊരു സദസ്സിൽ പറയപ്പെട്ടിട്ട് എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ അവൻ തുലയട്ടെ എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞില്ലേ? അപ്പൊ നോക്കൂ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ അത് ചിന്തിക്കുന്ന ആളല്ല,